തോറ്റു പോകുമ്പോഴേ പലരും ജീവിതത്തിൽ തകർന്നു പോകാനുള്ള കാരണം എന്തെന്നറിയാമോ? തോൽവി സമ്മതിക്കാത്തതുകൊണ്ടാണ്. കാര്യം തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിക്കും? അയാളെന്ത് വിചാരിക്കും? ഇവരെന്ത് വിചാരിക്കും? ഞാൻ തോറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടല്ലേ? പല മനുഷ്യരും തകർന്നു പോകാനുള്ള കാരണം തോൽവി അംഗീകരിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. ഐ യൂസ് ടു ഓൾവേസ് സേ ദാറ്റ് യു ഹാവ് ടു ഫെയിൽ ഫാസ്റ്റ്. പെട്ടെന്ന് തോക്കണം. പെട്ടെന്ന് തോറ്റാൽ അത്രയും പെട്ടെന്ന് പഠിക്കാം, അത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാം, അത്രയും പെട്ടെന്ന് പുതിയ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാം. ജയിക്കുമോ തോക്കുമോ നല്ല വിഷയം. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. തോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തോക്കണം, ജയിക്കുകയാണെങ്കിൽ അതിനേക്കാൾ പെട്ടെന്ന് ജയിക്കണം. ജയിക്കാനും തോൽക്കാനും പറ്റാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് തീരുമാനങ്ങളാണ്. വെറുതെ ഇവിടെ എടുത്താൽ പോരാ. തീരുമാനം ഇവിടെ എടുത്താലും പോരാ. തീരുമാനം പുറത്തേക്ക് വരണം, ആക്ഷനിലേക്ക് വരണം. പെട്ടെന്ന് തീരുമാനിക്കുകയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. സക്സസിനെ പെട്ടെന്ന് നിങ്ങൾ അടുത്തേക്ക് എത്തിക്കും ഈ രണ്ട് കാര്യം. 1400 വർഷങ്ങൾക്ക് മുമ്പ് സബറും ശുക്റും എന്ന് പറഞ്ഞ രണ്ട് ഇമോഷൻസിനെ കുറിച്ചിട്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ ഈ രണ്ട് ഇമോഷൻസ് മതി. സബർ ആൻഡ് ശുക്ർ. സബർ മീൻസ് പേഷ്യൻസ് ആൻഡ് ശുക്ർ മീൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള എപ്പോഴാ? പ്രശ്നം വരുമ്പോൾ പേഷ്യൻ്റ് ആകുക, സക്സസ് വരുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വേണം. അങ്ങനെയല്ല, പ്രശ്നം വരുമ്പോൾ ഗ്രേറ്റ്ഫുൾ ആകണം, സക്സസ് വരുമ്പോൾ പേഷ്യൻസ് കാണിക്കണം. തിരിച്ചു പഠിക്കണം. സക്സസ് വരുമ്പോൾ പേഷ്യൻസ് കാണിക്കണം, പ്രശ്നം വരുമ്പോൾ ഗ്രേറ്റ്ഫുൾ ആകണം. തിരിച്ച് ചെയ്ത് നോക്കിയേ. സക്സസ് വരുമ്പോൾ പേഷ്യൻസ് കാണിക്കണം. കാരണം സക്സസ് എളുപ്പമല്ല, ഫെയിലിയർ എളുപ്പമാണ്. ആരും കാണൂലല്ലോ. തോറ്റ നമ്മൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സക്സസ് ആകുമ്പോൾ കൂടെ എല്ലാവരും ഉണ്ടാവും. നമ്മൾ വലിയ എക്സ്പെക്ടേഷനിലൊക്കെ നമ്മൾ പോകും. സക്സസ് കൊണ്ട് നടക്കാൻ വലിയ എളുപ്പമല്ല, പാടാണ്. ഫെയിലിയർ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ സക്സസ് വരുന്ന സമയത്ത് നമ്മൾക്ക് സബർ ഉണ്ടാവണം, പേഷ്യൻസ് ഉണ്ടാവണം. കൂടെ ഉള്ളവരെ സക്സസ്ഫുൾ ആക്കാനായിട്ട് നമുക്ക് ഇറങ്ങാൻ ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ബെയർ പേഷ്യൻസ്. ഇതെൻ്റെതല്ല എന്നൊരു ബോധം വേണം. ഈ സക്സസ്സേ എൻ്റെതല്ല. ഈ സക്സസ്സിലൂടെ എന്നെ പരീക്ഷിക്കുകയാണെന്നൊരു ബോധം ഉണ്ടായാലേ ഞാൻ സക്സസ്ഫുൾ ആകുമ്പോൾ എൻ്റെ താഴെ ഉള്ളവരെ സക്സസ്ഫുൾ ആക്കാൻ ഞാൻ ശ്രമിക്കുള്ളൂ. The easiest way to be successful in life is to help others to be successful.